നമ്മൾ ഓരോരുത്തരും രാജ്യത്തിൻ്റെ 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലേക്ക് കടന്നു കഴിഞ്ഞു. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൗപദി മുർമു നൽകിയ സന്ദേശത്തിൽ വിഭജനത്തിൻ്റെ മുറിപ്പാടുകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഒരുമിച്ച് നിൽക്കുകയും സ്വാതന്ത്ര്യലബ്ധിയുടെ സമയത്ത് വിഭജിച്ചു പോവുകയും ചെയ്തത് അന്ന് ഒരു ജനതയെ ഒന്നാകെ ഏറെ വേദനിപ്പിച്ചിരുന്നു. 2021 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണ് വിഭജന ദിനം കൂടി ആചരിക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. എന്നാൽ എന്തിനാണ് വിഭജന ദിനത്തെക്കുറിച്ച് ഇനി ഓർത്തെടുക്കുന്നത് എന്നുള്ളതാണ് മറുപക്ഷത്തിൻ്റെ ചോദ്യം. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രത്യേകത. ലോകത്ത് തന്നെ ഏറ്റവും അധികം അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ള നാടാണ് നമ്മുടെ ഇന്ത്യയുടേത്. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ സന്ദേശത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് ഭരണകൂട നയങ്ങളെ വിമർശിക്കുന്നവരെ രാജ്യദ്രോഹികളായി മുദ്രകുത്താൻ ശ്രമം നടക്കുന്നു എന്നുള്ള കാര്യമാണ്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ സാധിക്കും: ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് എന്നത് രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ ആ ജനതയ്ക്ക് സാധിക്കുന്നിടത്തോളം കാലമാണ്.